ഹലോ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ലെറ്റ്സ് പ്ലേയുടെ 2 ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അതെ, നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് അവിടെ ആയിട്ടൊരു കേവ് കണ്ടുപിടിച്ചായിരുന്നു. അതെ, അത് അപ്പോൾ ആ കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ആക്കണം. പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ബേസ് ഉണ്ടാക്കും, ഒരു സ്റ്റാർട്ടർ ഹോം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വുഡും സ്റ്റോണൊക്കെ വേണം. സോ കളക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് 2 ഗോളാണ്. ആ കേവ് എക്സ്പ്ലോർ ആക്കണം, പിന്നെ വുഡും സ്റ്റോണൊക്കെ കളക്ട് ചെയ്യണം. അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, ഞാൻ ആദ്യം തന്നെ കേവിലോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആൻഡ് ബൈ ദ ബൈ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിനകത്താണെങ്കിൽ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ വേൾഡിൽ കയറിയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പരിപാടിയാണ് ചെയ്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കുറച്ച് മരവും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്തായിരുന്നു. അത് കയ്യിൽ കുറച്ച് സാപ്ലിങ്സ് ഉണ്ട്, കാരണം കുറച്ചധികം മരം ഞാൻ ഇവിടെ നിന്ന് ഗ്യാദർ ചെയ്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഗ്രൈൻഡൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ഈ സാപ്ലിങ്സ് ഞാൻ എന്തായാലും കുറച്ച് ദൂരെ പോയിട്ടായിരിക്കും നട്ടു വയ്ക്കുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ചെസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും. എന്തായാലും ഞാൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു. സ്പോൺ പോയിന്റ് തന്നെ പ്രൂസ് ബയോമിൻ്റെ സാപ്ലിങ്സ് എടുത്തിട്ട് വരുമായിരുന്നു. ഇവിടെ നട്ടു വെച്ച് ആ വുഡും കൊണ്ട് നമുക്ക് കുറച്ചധികം ബേസ് ഉണ്ടാക്കാനായിട്ട് സെറ്റാക്കായിരുന്നു. പക്ഷേ ഞാൻ മണ്ടത്തരം കാണിച്ചു. സോ ഇനി നമുക്ക് എന്തായാലും ഓക്കിലോകും, പിന്നെ ഈ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇനി വുഡായിട്ട്. അല്ലെങ്കിൽ ഇനി ദൂരെ പോകണം ഗൈസ്, ദൂരെ പോകാനൊക്കെ വേണ്ടി മടിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ കയ്യിൽ നോക്കുമ്പോൾ തന്നെ കോപ്പർ ഇൻഗട്ടാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കോപ്പർ എടുത്തു, പക്ഷേ അത് സ്മെൽറ്റാക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് AFK നിന്നില്ല, ഒത്തിരി നിന്നില്ല, എന്നിട്ട് കുറച്ചേ നിന്നിട്ട് അപ്പോൾ കിട്ടിയേക്കണാണിത് 36. ഇനി നമുക്ക് ആർമർ ഉണ്ടാക്കാം. ആർമർ ഉണ്ടാക്കുവാണെങ്കിൽ എന്തായാലും കേവിലൊക്കെ പോകണില്ലേ, കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ ആവും. ഓക്കെ, എന്തായാലും നമ്മൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കൊപ്പർ പിക്കാക്സ് ഉണ്ടാക്കി വെച്ചേക്കാം ബാക്കപ്പ് ആയിട്ട്. ഇപ്പോഴത്തെ നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഒക്കെ പൊട്ടിയാലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഒരു ആക്സും കൂടി ഉണ്ടാക്കി വെച്ചേക്കാം. ആക്സും കൂടി പൊട്ടിയാലോ. ആക്സ് ഇപ്പോൾ പൊട്ടും കൈസ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തയ്യാറായെന്ന് വിചാരിക്കുന്നത്. ഇനി വേണ്ടാത്ത ഐറ്റംസൊക്കെ ചെസ്റ്റ് എടുത്ത് വയ്ക്കാം. ഇത്ര പ്രിപ്പയർ ആയിട്ട് പോകുമ്പോൾ ഒരു വലിയ ഒരു കേവായ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും ചമ്മും. അപ്പോൾ ഫുഡ് എല്ലാത്തിനും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നതിന് നമുക്ക് പോകാം. ആൻഡ് നല്ല കേവായ മതിയായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക ഗൈസ്, നല്ല കേവാൻ. എനിക്ക് എന്തായാലും കേവ ഞാൻ വിചാരിച്ചു റവീനാന്നാണ് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചങ്ക് ഞാൻ 2-ലാണ് ഇട്ടിട്ടുണ്ട്, നമുക്കൊരു 5-ലോട്ട് ഇടാം. ഇപ്പം സെറ്റ്. ഇപ്പം സെറ്റ് കേസ്. ഇപ്പം ഞാൻ ലാവയൊക്കെ അവിടുത്തെ കാണുന്നുണ്ട്. അതെ ഗൈസ്, ഇത് റവീൻ ആവാനാണ് ഗൈസ് ചാൻസ്. റവീൻ അങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ആകാം. ഫ്യൂച്ചറിൽ ബേസൊക്കെ ഉണ്ടാക്കുമ്പോൾ റവീന് ഉപകാരം വരും ഗൈസ്, എന്തെങ്കിലും ബിൽഡൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാം. ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാനൊരു അയൺ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോന്ന് വെച്ചെടുക്കാം. ഓക്കെ, ചടിക്കോ. നമ്മൾ ഭയങ്കര സേഫായിട്ട് പോകണം ഗൈസ്, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം എനിക്ക് കിട്ടി. ഓക്കെ, എന്തായാലും വേൾഡ് തുടങ്ങിയപ്പോൾ ഞാൻ ഹാർഡിലായിരുന്നു ഇട്ടത്, അതുകൊണ്ട് തന്നെ മോബ്സും അതിനത്രയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാം ഗൈസ്. ഇത് ക്രീപ്പർ മച്ചാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇറങ്ങാം ഗൈസ്. ഒന്നാമത്തെ ദിവസം എൻ്റെ ഒരു ഷീൽഡ് പോലും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെൽട്ടണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് കിട്ടും. ജസ്റ്റ് ഭയങ്കര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ഓവറായിട്ട് കാണിക്കാൻ നോക്കിയത് ഇപ്പോൾ ചമ്മിപ്പോയനെ. എന്തായാലും ഇവിടെ നിന്ന് ഒരുപാട് അയൺ കിട്ടുന്നുണ്ട്. മിക്കവാറും എനിക്ക് അയൺ ആർമർ ആവാൻ പറ്റുമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ. ആവാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. ബട്ട് അത്രയ്ക്കൊക്കെ അയൺ ഞാൻ ഇവിടെ നിന്ന് കാണുന്നില്ല. കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങണം എന്നാണ് കേസ് തോന്നണേ. പക്ഷെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ റിസ്ക്കും കൂടുന്നു. അവിടെ അയൺ എനിക്കാണെങ്കിൽ ഉള്ളിലോട്ട് ഇറങ്ങാൻ ഒന്നും തോന്നുന്നില്ല, കാരണം മരിച്ചു പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ പോകും. പിന്നെ ആകെപ്പാടൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താണ് ഈ കേവ്, അതുകൊണ്ട് ചത്തു കഴിഞ്ഞാലും ഐറ്റംസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷെ ലാവയിലോട്ടാണ് പോകണമെങ്കിൽ ഐറ്റംസ് പിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കൊരു ടോർച്ച് വെച്ചേക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് കിടന്ന് അതെ അവിടെ ഉണ്ട്. സോ ഓരോന്ന് വെച്ച് നമുക്ക് എടുക്കാം ഗൈസ്. നമുക്ക് ആർത്തി ഒന്നുമില്ല. അവിടെ ആയിട്ട് കുറച്ച് സോംബി വച്ചമാരൊക്കെ ഉണ്ട്. മിക്കവാറും അവന്മാരുടെ ഞാൻ 2 വാങ്ങിയിട്ടേ പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്.
ഊഫ് ഗൈസ്, അവിടെ കെട്ട് കണക്കിനായുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ല. ഇതെന്താ ഇത്? ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട്. ഊമ്പി അയ്യോ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ വേൾഡിലത്തെ ഫസ്റ്റത്തെ മരണം നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. സൂപ്പർ. ഓടിപ്പോയി സാധനങ്ങളൊക്കെ എടുക്കട്ടെ. എവിടെ എൻ്റെ ഐറ്റംസ്? ലെറ്റ്സ് എല്ലാം കൂടി എൻ്റെ ടോർച്ച് ഉണ്ടായിരുന്നു. ടോർച്ചില്ല. ടോർച്ച് കിട്ടിയാൽ എനിക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. അയ്യോ സോംബീസ്. എടീ കൂടാ. എൻ്റെ ടോർച്ചൊക്കെ എവിടെയാണോ എന്തോ, എനിക്കൊന്നും കാണുന്നില്ല. ടോർച്ച് കിട്ടിയായിരുന്നെങ്കിൽ. ഓക്കെ, സൈൻ കിട്ടി. ലെറ്റ്സ്. ടോർച്ച് കിട്ടിയോ എന്തോ? ഞാൻ അല്ല ആവി കൊണ്ട് മാത്രമേ ടോർച്ച് കിട്ടി. ലെറ്റ്സ്. നമുക്ക് ലാവിലെ അടുത്തിരിക്കാം. വെള്ളം ചുറ്റും ഉള്ളതുകൊണ്ട് മാത്രം മോൺസ്റ്റേഴ്സ് ഒന്നും അങ്ങനെ വന്നില്ല. ഇതായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അവറ്റകളുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചു. ഓക്കെ, നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോന്നായിട്ട് തട്ടണം. ഓക്കെ, അവിടെ ഏറെ മോബ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ഷീൽഡില്ലാണ്ട് അങ്ങോട്ട് പോകാൻ പോലും പറ്റത്തില്ല. സോ ഒരു ഷീൽഡ് എന്തായാലും അത്യാവശ്യമാണെന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും നമുക്കിനി അങ്ങോട്ട് പോകേണ്ട കേസ്. അങ്ങോട്ട് നമുക്ക് ഷീൽഡൊക്കെ ആയിട്ട് പോവാം. ഇവിടെ തന്നെ വല്ല അയൺ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ കാണും കേസ്, ഇവിടെ തന്നെ കാണും. ഇവിടെ തന്നെ ഉണ്ട്. ഡയമണ്ട് ഉണ്ട്. പക്ഷെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ കേസ് പറ്റത്തുള്ളൂ. നമ്മുടെ അയൺ പിക്കാക്സ് ഇല്ല. ഇത് എത്ര ഉണ്ട്? ഇത് ഒറ്റ പീസേ ഉള്ളൂന്ന് തോന്നുന്നത്. ഒറ്റ പീസ് നമുക്ക്. അയ്യോ എടാ, ഞാനിത് പീസ്ഫുള്ളായിട്ട് കളിക്കാനടാ. എന്നെപ്പോലുള്ളവർക്ക് കളിക്കാനുള്ളതല്ല. ഓക്കെ, ലാപ്പീസൊക്കെ ഉണ്ട്. പക്ഷെ ലാപ്പീസ് നമ്മളിപ്പോൾ റിസ്കി. അയ്യോ ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. എനിക്ക് ലാവയാണ് കേസ് പേടി. ലാവയിലെങ്ങാനും ചത്തു കഴിഞ്ഞാൽ ഐറ്റംസ് പോവും. അതാണ് പേടി. എനിക്ക് ചാവണേനല്ല കേസ് കുഴപ്പം. ഇപ്പോൾ ഞാൻ ചത്തല്ലോ, ചാവണേനല്ല കുഴപ്പം. ചത്തട്ടി ഐറ്റംസ് പോകാനാണ് എനിക്ക് ഏറ്റവും വിഷമമേറിയ സംഭവം. സോ മാക്സിമം നമ്മൾ ലാവയിൽ വീണ് ചാവാണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ മാക്സിമം ചാവാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് കിട്ടുന്ന അയണങ്ങൾ എങ്ങനെയെങ്കിലും അയൺ ആർമർ ആവണം. എന്നിട്ട് ഞാൻ വരുന്നുണ്ടാ. ഞാൻ ഒരു വരവും കൂടി വരുന്നുണ്ട്. പടച്ചോനെ, ആ സ്കെൽട്ടൺ ഇവിടെ സ്പോണായോ? മൈ ഗോഡ് ഗൈസ്, എനിക്കൊരു കാര്യം മനസ്സിലായി ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് തന്നെ ഷീൽഡ് ഉണ്ടാക്കാം. ആർമർ ഉണ്ടാക്കുന്നില്ല, അത് നമുക്ക് മേളിൽ പോയിട്ട് ഉണ്ടാകാം. ഏതായാലും ഇവിടെ വെച്ച് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ സമയമായി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഷീൽഡ് ഉണ്ടാക്കണമെങ്കിൽ വുഡ് വേണ്ടേ? ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കേവിൽ വരുമ്പോൾ നമ്മൾ മാക്സിമം വുഡൊക്കെ ആയിട്ട് വരിക, വേണ്ട ഐറ്റംസൊക്കെ ആയിട്ട്. ഇനി ഞാൻ ആ സ്കെൽട്ടൻ്റെ അടി കൊണ്ട് മരിക്കുമോ? പടച്ചവനെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു അങ്ങനെ ആക്സ് ഉണ്ടാക്കാനും പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് ഫർണസ് പൊട്ടിച്ചിട്ട് മിക്കവാറും അവൻ്റെ നിന്ന് ചാവണ്ട വരും. ചത്താലും കുഴപ്പമില്ല ഗൈസ്, രക്ഷപ്പെടണം. ഓടിക്കോ, എന്നെ തള്ളിവിടരുത്. ഞാനൊരു പാവം ഭയങ്കര പ്ലെയറാണ്. തള്ളുവിട്ട് പ്ലീസ് ബ്രോ. വേണ്ട. ഐറ്റംസ്. ഞാൻ പോകുന്നില്ല. പക്ഷേ അയ്യോ ചത്തേ. ഞാൻ ചത്തേ. അപ്പളേ പറഞ്ഞതാണ്. ഒരു അയൺ എടുത്തിട്ട് ഞാൻ എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ചുറ്റും മോബ്സ് ആയതുകൊണ്ട് ഞാൻ കണ്ടം വിടുന്നുണ്ട്. ഇതേ അയണൊക്കെ കാണുന്നുണ്ട്. ഇതേ ഡയമണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓടുകയാണ്, കണ്ടം വിടുകയാണ്. വുഡില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓടിക്കോ. ഇവിടെ ഡീപ് സൈറ്റ്. പണ്ടാരം, ഇതൊരു നിരക്ക് പോകുന്ന ലക്ഷണമില്ല. മിക്കവാറും ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്, ഉറപ്പായിട്ടുമുണ്ട്. പണ്ടാരം പിടിക്കാൻ. കാരണം റെക്കോർഡ് ചെയ്തില്ല. കാരണം ഞാൻ ലാഗാവുമെന്ന് വിചാരിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. സീരിയസ്ലി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എക്സ്പ്ലെയിൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഓടി വന്നില്ല. അപ്പോൾ ആ സ്കെൽട്ടൺ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കയറാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു സ്കെൽട്ടൺ ഇല്ലായിരുന്നു. ആ സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കഴിവ് കാരണം ആ ലാവയുടെ അടുത്തായിരുന്നു സ്കെൽട്ടൺ. എൻ്റെ ലക്ക് കാരണം, കഴിവല്ല ലക്ക്. അപ്പം ഞാൻ ഒറ്റയടിച്ചു, അവൻ ലാവയിൽ പോയി ചത്തു. സോ സുഖമായിട്ട് എനിക്ക് വെള്ളം വഴി വരാൻ നോക്കി. പക്ഷേ ഒരുപാട് ഡയമണ്ട്സ് കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്.
അതുപോലെ ഒരുപാട് അയണൊക്കെ കണ്ട് ഗൈസ്. അടുത്ത ക്ലച്ച് കാണണോ നിങ്ങൾക്ക്? ഞാൻ ജന്മത്ത് കേവി പോകുമ്പോൾ വുഡ് എടുക്കാണ്ട് പോകത്തില്ല. ഞാൻ ശരിക്കും പെട്ടുപോയി. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഇനി എൻ്റെ ബെഡിൽ പോയി ഒന്ന് കിടക്കട്ടെ. ഇപ്പം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഈ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബെഡിൽ പോയി കിടക്കുന്ന ഫീലാണ് ലിറ്ററലി. 19 അയണ കേസ് കിട്ടിയുള്ളൂ. അത് വിട്, നമ്മളെ തൊട്ടടുത്ത് ഏതോ കുറച്ചായി ഞാൻ കണ്ടായിരുന്നു, അത് എടുത്തില്ല. അതെവിടെ? അതിവിടെ എവിടെയോ ഉണ്ടല്ലോ, ഇതേ ഇരിക്കണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. അതെടുത്താൽ തന്നെ നമുക്കൊരു അയൺ ആർമർ സെറ്റാക്കാൻ പറ്റുന്ന ഗൈസ്. എന്തുകൊണ്ട് ഇതെടുത്താൽ മതി, ഞാൻ ഫുൾ അയൺ ആർമർ ഫിക്സ്. നമുക്ക് അയൺ ടൂൾസ് ഒപ്പിക്കാൻ പറ്റത്തില്ല. അയൺ ടൂൾസ് കൂടി ഒപ്പിക്കണമെങ്കിൽ നമുക്ക് അത് മതി ഗൈസ്, അത് മതി. അതാണ് കുറച്ചും കൂടി ഈസി. നമ്മൾ കുറച്ച് കോലും കൂടി എടുത്തേക്കാം. ഞാനാണെങ്കിൽ അവിടുത്തെ അയൺ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു അയൺ ഉണ്ട്, അതെടുക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു അയൺ ഉണ്ട്. ഇപ്പോൾ ടോട്ടലി 17 അയണായി 0 നിന്ന്. ഇനി ആ ഫർണസിലത്തെ അയണോടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അയൺ ആർമർ ഉണ്ടാക്കാം, പിന്നെ ഒരു ബക്കറ്റും ഉണ്ടാക്കാം, പിന്നെ അയൺ ടൂൾസും ഉണ്ടാക്കാം. വേണമെങ്കിൽ മിച്ചവും വരും ഗൈസ്. നമുക്ക് ഡയമണ്ടാണ് വേണ്ടത്. ഡയമണ്ടിന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള കുറച്ച് മൈനിങ് ഇതൊക്കെ ഉണ്ടാവും, എപ്പിസോഡ് ഉണ്ടാവും, അത് ഡയമണ്ടിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡയമണ്ട് എന്തായാലും മൈൻ ചെയ്യും. വേണമെങ്കിൽ ഞാൻ ഫോർച്യൂൺ പിക്കാക്സ് കിട്ടിയിട്ട് മൈൻ ചെയ്യും. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതെങ്ങനെയും പോട്ടെ ഗൈസ്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ഗോൾ എന്തായാലും കംപ്ലീറ്റ് ആക്കണം. കേവ് എക്സ്പ്ലോർ ചെയ്തു. പിന്നീട് നമുക്ക് അയൺ ആർമർ ഒന്ന് ആവണം. പിന്നീട് ഈ കാണുന്ന മരമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആക്കാം. ഓക്കെ, ഇനി എന്താ പരിപാടി ചെയ്യുന്നതിന് നമുക്ക് ടൂൾസ് സെറ്റ് ആക്കണം. ആൻഡ് ഗൈസ്, ഇപ്പോൾ ഫസ്റ്റത്തെ ഇവരുടെ ഗോൾ എന്തായാലും കംപ്ലീറ്റ് കേവ് എക്സ്പ്ലോർ ചെയ്തു, അയൺ ആർമർ അയൺ ടൂൾസുമായി. ഇനി നമ്മുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് ഉണ്ടാക്കാനുള്ള സാധനം കുറച്ച് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ അത് വളരെ ഈസിയാണ്. പിന്നെ അത് ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ റീപ്ലേ മോഡാണ് യൂസ് ചെയ്യുന്നില്ല, സ്പീഡിൽ ചുമ്മാ കാണിച്ചു തരാം. അതന്നെ. അങ്ങനെ ഫൈനലി ഞാൻ ഇവിടുത്തെ കംപ്ലീറ്റ് ഡേറ്റും റിമൂവ് ആക്കി, അതുപോലെ തടിയും റിമൂവ് ആക്കി. ഇനി നമുക്ക് ഒരുപാട് തടിയും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടഡ് ബേസാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതാണ് ഞാനിപ്പോൾ റിമൂവ് ആക്കിയിട്ടുള്ള ഡേറ്റൊക്കെ. അപ്പോൾ നമ്മളിനി പോകെ വുഡൊക്കെ കിട്ടുമ്പോൾ നമ്മളൊരു വലിയ ബേസ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ സ്ഥലം കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. അപ്പോൾ എനിക്കിനി അടുത്ത എപ്പിസോഡിൽ ഒരു ബേസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇനി പിൻട്രസ്റ്റിലൊക്കെ ഇനി ഫുൾ ടൈം ഞാൻ ഹോം ഐഡിയാസൊക്കെ ഇനി നോക്കും. പക്ഷേ വീഡിയോ കഴിഞ്ഞിട്ടില്ല ഗൈസ്, പോകാൻ പറ്റട്ടെ. നമ്മളിപ്പോൾ വുഡ് മാത്രമാണ് ഗൈസ് ഞാൻ മൈൻ ചെയ്തുള്ളൂ. ഇനി എനിക്ക് കുറച്ച് സ്റ്റോണും മൈൻ ചെയ്യാനുണ്ട്. സോ ഞാൻ ഇനി കുറച്ച് സ്റ്റോണും മൈൻ ചെയ്യാം. അങ്ങനെ ഗൈസ്, ഞാൻ കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ട് കുറേ അധികം കൊബിൾ സ്റ്റോണും മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ അടുത്ത എപ്പിസോഡിൽ സ്മെൽറ്റ് ആക്കി സ്റ്റോൺ ബ്രിക്സ് ആക്കണം. അത് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് കൊബിൾ സ്റ്റോണും വുഡും മൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് ഗോളും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ബക്കറ്റും കൂടി എനിക്ക് ഉണ്ടാക്കണം. ബക്കറ്റില്ല ഗൈസ്, എനിക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. മറന്നുപോയി. നമ്മൾ ഇത്ര നേരിട്ടും ചാവാൻ കാരണം ഷീൽഡ്, എന്നിട്ട് നമ്മൾ ഇത്ര നേരം ഷീൽഡ് ഉണ്ടാക്കിയില്ല. അപ്പോൾ നമുക്കിനി ഒരു ഷീൽഡ് ഉണ്ടാക്കാം. നമ്മൾ ഇപ്പുറത്തെ കൈ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഗോൾ നമ്മൾ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ഫീഡ്ബാക്കിൽ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ഇട്ടുണ്ട്. ബൈ ബൈ.